ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. അല്ലല്ല, പഴയൊരു എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. ആക്ച്വലി നമ്മളിത് ഓൾറെഡി ചെയ്ത ഒരു എയർ ഡ്രോപ്പ് ആണ് ഗൈസ്. അതിൻ്റെ പുതിയ എയർ ഡ്രോപ്പ് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും. യെസ്, നമ്മൾ മെറ്റാവേഴ്സ് HQനെ കുറിച്ചാണ് പറയുന്നത്. മെറ്റാവേഴ്സ് HQൻ്റെ സാഗ 1 എയർ ഡ്രോപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മെറ്റാവേഴ്സ് HQൻ്റെ കോയിനായ HQ കോയിൻ കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സാഗ 0 ചെയ്ത എല്ലാവർക്കും നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതിൽ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പൻസ് കുറവായിരുന്നു. അപ്പോൾ അവസാന നിമിഷം ചെയ്ത ഒരു ഡേ ചെയ്തുള്ളെങ്കിൽ പോലും അവർക്ക് പോലും നല്ല രീതിയിലുള്ള അലോക്കേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം $400 മുതൽ $4000 വരെ വർത്ത് ആയിട്ടുള്ള കോയിൻസ് ലഭിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് ലിസ്റ്റ് ചെയ്ത ആദ്യത്തെ അരമണിക്കൂറിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ്. ബിക്കോസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള സെൽ പ്രഷർ ഉണ്ടാവുകയും നമ്മുടെ കോയിൻ ഡംപ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഹാഫ് ആൻ അവറിൽ വിൽക്കാൻ കഴിയാത്തവർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഹോൾഡ് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ബിക്കോസ് നല്ലൊരു പ്രൊജക്റ്റാണ്. ഭാവിയിൽ നല്ല രീതിയിൽ ഇതിൻ്റെ വില കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുവരെ ക്ലെയിം ചെയ്യാത്തവർക്കും സ്ട്രീമിൽ പങ്കെടുക്കാത്തവർക്കും ഉള്ള ട്യൂട്ടോറിയൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം സാഗ 0 ചെയ്തവർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് എയർ സ്ട്രീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നും അതേപോലെ എങ്ങനെയാണ് ബോണസ് HQ ടോക്കൺസ് നേടാമെന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ മിസ് ചെയ്യാതെ ഫുള്ള് കാണുക. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സാഗ 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾ ആദ്യം എയർ ഡ്രോപ്പ് സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ 3-4 ഓപ്ഷൻസ് കാണാം. ഡിസ്കോഡ്, ഗൂഗിള്, അതേപോലെ തന്നെ മെറ്റാമാസ്ക്, OKX എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നിങ്ങൾ മെറ്റാമാസ്ക് കൊടുക്കുക. അപ്പം മെറ്റാമാസ്കിൽ വാലറ്റ് കൺഫർമേഷൻ വരും. ഈ ഒരു വാലറ്റ് കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആഡാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. ദെൻ ഇവിടെ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. അപ്പം ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാഗ 1 ആക്സസ് പാസ് മിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഇവിടെ കംപ്ലീറ്റ് ഓൺബോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ചലഞ്ചസ് എടുത്തിരുന്നാലും മതി. അപ്പോൾ ചലഞ്ചസ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് ടാസ്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 ടാസ്കുകൾ ജസ്റ്റ് സിമ്പിളാണ്. അവരുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങളാണ്. ഞാൻ ചെയ്തു വിടുവാണ് പെട്ടെന്ന്, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. ആൻഡ് ഇവിടുത്തെ ലാസ്റ്റ് ടാസ്ക്കാണ് നമ്മുടെ സാഗ 1 ആക്സസ് പാസ് മിൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കത് മിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസ് മിൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബേസ് എതേറിയം വേണം. അപ്പം 0.009 അതായത് $3 വർത്ത് ആയിട്ടുള്ള ബേസ് എതേറിയം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ മിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. മിൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ മിൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാലറ്റിൽ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാഗ 1 ക്വസ്റ്റുകൾ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ചാപ്റ്റർ ആയിട്ടാണ് ഉള്ളത്. അതായത് മന്ത്ലി ചലഞ്ചുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ മന്തും ഓരോ ചലഞ്ച് വീതം ഉണ്ടായിരിക്കും. അതായത് കുറച്ച് ടാസ്കുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ഓരോ മന്ത്ലി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്കറിയാം സാഗ 0 ഇതുപോലെ ആയിരുന്നു. വീക്ക്ലി ചലഞ്ച് ആയിരുന്നു. അതായത് ഓരോ വീക്കിലുണ്ടാവുന്നത്. അപ്പം അത് ഓരോ ആഴ്ചയിലായിരുന്നു. അങ്ങനെ 8 ആഴ്ചയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാഗ 1 എന്ന് പറയുന്നത് മന്ത്ലി ആയതുകൊണ്ട് തന്നെ 12 മാസം, അതായത് ഒരു വർഷം നിങ്ങളിത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു വർഷമാണ് ഈ സാഗ 1 എയർ ഡ്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചാപ്റ്റർ 1 സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ചാപ്റ്റർ 1 വരുന്ന എല്ലാ ക്വസ്റ്റുകളും, എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിളാണ്. ട്വിറ്ററിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള സിമ്പിൾ ടാസ്കുകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് വേറെയും ടാസ്കുകളൊക്കെ ചെയ്യാൻ കാണും. അതെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് കൊടുത്ത് വെരിഫൈ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 9 ടാസ്കുകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. ലാസ്റ്റ് ടാസ്ക് നിങ്ങൾക്ക് ലോക്ക് ആയിരിക്കും.
അപ്പോൾ അത് എപ്പോഴാണോ അത് അൺലോക്ക് ആവുന്നത് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. സോ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക, ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ. ദെൻ ഇവിടെ നിങ്ങൾ എക്സ്പ്ലോർ എന്നുള്ള ടാബ് എടുക്കുക. ടാബ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും എല്ലാ ക്വസ്റ്റുകളും തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ഒന്നുപോലും മിസ് ചെയ്യാതെ. അപ്പോൾ ഓരോ ക്വസ്റ്റുകളും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ബൂസ്റ്ററും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മന്ത്ലി ചലഞ്ചസ് ചെയ്യുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് ബൂസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ സാഗ 1ൻ്റെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ മന്തും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്പൺ ആവുന്നതിനനുസരിച്ച് നമ്മുടെ അപ്ഡേറ്റ്സ് നമ്മൾ എപ്പോഴും ഇടുന്നതായിരിക്കും. അപ്ഡേറ്റുകൾ മിസ് ചെയ്യാതെ നിങ്ങൾ നോക്കി ഓരോന്നും ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരമാവധി ക്രെഡിറ്റ്സും പരമാവധി ബൂസ്റ്റേഴ്സും കൂട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ സാഗ 1ൻ്റെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി സാഗ 0 ചെയ്തവർക്ക് എങ്ങനെ ഇത് ക്ലെയിം ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അലോക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് യുവർ സ്ട്രീം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ വരും. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എതേറിയം ഫീസ് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്ത് വിടുക. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു $5 ഫീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ട്രീം ഇവിടെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സ്ട്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ HQ ടോക്കണിൻ്റെ വില താഴോട്ട് പോകാതിരിക്കാനായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ്. ബട്ട് അതുപോലെ നല്ല രീതിയിലുള്ള ഡംപാണ് ഇവിടെ ഉണ്ടായത്. എന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല. ബട്ട് എനിവേ ഇവിടെ നിങ്ങൾക്ക് വോൾട്ടെന്നും സ്ട്രീമെന്നും കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് 1 വർഷത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കോയിൻസ് ഇവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീമിൽ നിന്നും ബോണസ് ടോക്കൺസ് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ വോൾട്ടിലും എത്ര ടോക്കൺസ് ഉണ്ടോ അതുൾപ്പെടെ നിങ്ങൾക്ക് ഡബിൾ ആയിട്ടായിരിക്കും 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ തുക എത്രയാണോ അത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പം നിങ്ങളിവിടെ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇവിടെ വിഡ്രോ വോൾട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ വിഡ്രോ കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് പോയിൻറ്റ്സ് ഒന്നും ലഭിക്കുന്നതായിരിക്കത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം HQ സ്ട്രീം എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ, ആ ടോക്കൺസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്താൽ നിങ്ങളുടെ സ്ട്രീമൊന്നും നിങ്ങൾക്ക് ഇവിടെ കട്ടാവാത്തൊന്നുമില്ല. നിങ്ങളിവിടെ വോൾട്ടിൽ നിന്ന് നിങ്ങളുടെ HQ ടോക്കൺസ് വിഡ്രോ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്ട്രീം കട്ടാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്ട്രീം ഒന്നും തന്നെ കട്ടാവുന്നതല്ല, ഇത് ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് സ്ട്രീമിലുണ്ടെങ്കിൽ സ്ട്രീമിലിടാതെ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നെങ്കിൽ വിഡ്രോ ചെയ്യാം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ സ്ട്രീമിലാണ് ഇട്ടിരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞ് ഞാനിവിടെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു തരം. ബൈ ഗൈസ്.